ഹായ്. നമ്മൾ ഇന്നലത്തെ ടോപ്പിക് എന്താന്ന് വെച്ചാൽ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് എന്നായിരുന്നു. അതിന്റെ പാർട്ട് 2 ആണ് ഇന്നത്തെ ക്ലാസ്. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോക്കോമോഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്തരം ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ആണ്. നമ്മൾ എന്താണ് അതിന്റെ ഡെഫിനിഷൻ ചോദിച്ചപ്പോൾ നമ്മൾ നിന്ന സ്ഥലത്ത് നിന്ന് മാറി ഉണ്ടാവണ ഒരു മൂവ്മെന്റിനെയാണ് ലോക്കോമോഷൻ എന്ന് പറയുന്നത്. പിന്നെ അതിൽ നമ്മൾ ടൈപ്സ് ഓഫ് മസിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 3 ടൈപ്സ് ഓഫ് മസിൽസ്, അതുപോലെ തന്നെ 3 ടൈപ്സ് ഓഫ് മൂവ്മെന്റ്സ് ഏതൊക്കെയെന്ന് പറഞ്ഞു. പിന്നെ സ്കെൽറ്റൽ മസിൽസിനെ ബ്രീഫ് ആയിട്ട് നമ്മൾ പറഞ്ഞുതരാം. സ്കെൽറ്റൽ മസിൽ എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മൾ ബോഡിയത്തെ സ്കെൽറ്റൽ മസിൽ എന്ന് പറയുമ്പോൾ നമ്മൾ സ്കെൽറ്റൽ സിസ്റ്റത്തിനായിട്ട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന മസിൽസ് ആണ് സ്കെൽറ്റൽ മസിൽസ്. പിന്നെ അതിന്റെ നമ്മളെ മൈക്രോസ്കോപ്പിക് അപ്പിയറൻസ് എങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇനി പാർട്ട് 2 ആണ് ഇന്നത്തെ ക്ലാസ്. ഫസ്റ്റ് നമുക്ക് സ്കെൽറ്റൽ സിസ്റ്റം എന്താന്ന് നോക്കാം. The skeletal system consists of a framework of bones and few cartilage. സ്കെൽറ്റൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്കെൽറ്റൽ സിസ്റ്റം എന്താണെന്ന്. നമ്മളത് ഒരു ബോൺസും അതുപോലെ തന്നെ കാർട്ടിലേജിന്റെ ഒരു ഫ്രെയിം വർക്കാണ് സ്കെൽറ്റൽ സിസ്റ്റം എന്നാണത്. The function of the skeletal system, it protect the vital organs of the body. It plays a vital role in the movement and locomotion. പിന്നെ it serves as a reservoir of many minerals like calcium and phosphate. സ്കെൽറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ ഒരുപാട് ബോൺസും അതുപോലെ തന്നെ കാർട്ടിലേജും വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് സ്കെൽറ്റൽ സിസ്റ്റം. പിന്നെ ഇതിന് ഒരുപാട് ഫങ്ഷൻസ് ആണുള്ളത്. അതിൽ 3 ഫങ്ഷൻസ് എന്താണെന്ന് വെച്ചാല് നമ്മൾ എന്തുണ്ട്, ബോഡിത്തെ ഓർഗൻസ്, നമ്മളെ ഉള്ളിലുള്ള ഒരുപാട് ഓർഗൻസ് ഉണ്ട് അല്ലേ, ഒരുപാട് ഓർഗൻസ് ഉണ്ട്. അതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യണത് ആരാണ്? ഈ സ്കെൽറ്റൽ മസിൽസ് ആണ്. പിന്നെ നമ്മൾ ഓൾറെഡി ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഇവർ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? മൂവ്മെന്റിനും അതുപോലെ തന്നെ ലോക്കോമോഷനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ സ്കെൽറ്റൽ മസിൽസ് ഉണ്ടെങ്കിൽ, ഈ ബോൺസും ഇവരൊക്കെ ഉള്ളെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? മൂവ് ചെയ്യാൻ പറ്റുക. ഇറ്റ് സെർവ് ഹാസ് എ റിസർവയർ ഓഫ് മെനി മിനറൽസ് ലൈക്ക് കാൽസ്യം ആൻഡ് ഫോസ്ഫേറ്റ്. നമുക്കറിയാം നമ്മുടെ ബോണിൽ ആരുണ്ടായിരിക്കും? കാൽസ്യം, ഫോസ്ഫേറ്റ്, അങ്ങനത്തെ ഒരുപാട് മിനറൽസ് അടങ്ങിയിട്ടാണ് ഈ ബോൺസ് ഉണ്ടായിരിക്കുക. അപ്പൊ ഈ ബോൺസ് ആണ് സ്കെൽറ്റൽ സിസ്റ്റം എന്താണ്? ഈ മിനറൽസ് ലൈക്ക് കാൽസ്യം അതുപോലെ തന്നെ ഫോസ്ഫേറ്റ്, ഇതിനൊക്കെ ഒരു റിസർവയർ ആണെന്ന് പറയാം. ഓക്കെ, ഇതൊക്കെയാണ് അതിന്റെ 3 ഫങ്ഷൻസ്. നെക്സ്റ്റ്, ദ ഡിവിഷൻ ഓഫ് ദി സ്കെൽറ്റൽ സിസ്റ്റം. സ്കെൽറ്റൽ സിസ്റ്റം നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ആക്സിയൽ സ്കെൽട്ടൻ ഉണ്ട്, പിന്നെ അപ്പൻഡിക്കുലർ സ്കെൽട്ടൻ ഉണ്ട്. ആക്സിയൽ എന്ന് പറയുമ്പോൾ നമ്മളെ ബോഡിയിൽ ഇപ്പൊ ഈ സ്കെൽറ്റൽ സിസ്റ്റം നോക്കിയാൽ കാണാം, ഇതിനെ നേരെ നടുഭാഗത്ത് കാണുന്നതിനാണ് നമ്മൾ എന്താ പറയാ? ആക്സിയൽ സ്കെൽട്ടൻ എന്ന് പറയാം. അപ്പൊ ആ നടുഭാഗത്ത് എന്തൊക്കെ ഉണ്ടാവുക? സ്കൾ ഉണ്ടായിരിക്കും, പിന്നെ വെർട്ടിബ്രൽ കോളം ഉണ്ടായിരിക്കും, സ്റ്റേർണം ഉണ്ടായിരിക്കും, റിപ്സ് ഉണ്ടായിരിക്കും. നമുക്ക് ഈ സാധനങ്ങൾ എന്താണെന്ന് അറിയണതാണ്. സ്കള് എന്താ? ഇപ്പൊ നടുഭാഗം നോക്കണത് സ്കള്, പിന്നെ ഇതാണ് വെർട്ടിബ്രൽ കോളം, ഇതിന്റെ ഈ ഭാഗത്തുള്ളതാണ് എന്ത്? സ്റ്റേർണം. പിന്നെ ഇവിടെ എന്തുണ്ടായിരുന്നു? റിപ്സ് ഉണ്ട് അല്ലെ? അപ്പൊ ഇതൊക്കെയാണ് എന്ത്? ആക്സിയൽ എന്നാണത്. ആക്സിയൽ എന്ന് പറയുമ്പോൾ നേരെ നടുഭാഗത്തുള്ള ബോൺസിനെയാണ് നമ്മൾ എന്താ പറയണത്? ആക്സിയൽ സ്കെൽട്ടൻ. ആ ഭാഗത്തുള്ള സ്കെൽട്ടൻസിനെ പറയണത്. സ്കെൽട്ടൻ എന്ന് പറയുമ്പോൾ നമ്മൾ ബോൺസും അതുപോലെ തന്നെ കാർട്ടിലേജും എല്ലാം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞില്ലേ. നെക്സ്റ്റ് എന്താ വെച്ചാല് എപ്പൻഡിക്കുലർ. എപ്പൻഡിക്കുലർ എന്ന് പറയുമ്പോൾ നമ്മൾ 2 സൈഡിൽ ഉണ്ടാവുന്നത് ഏതൊക്കെ? ലിംസ്. അത് മേലത്തെ ലിംസ് ആവാം അല്ലെങ്കിൽ അടിയത്തെ ലിംസ് ആവാം. അങ്ങനെ 4 ഭാഗത്ത് ലിംസ് ഉണ്ട്. പിന്നെ എന്തുണ്ടായിരിക്കും? ഗ്രിഡിൽസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് എന്ത്? ആക്സിയൽ സ്കെൽട്ടനും അതുപോലെ തന്നെ എപ്പൻഡിക്കുലർ സ്കെൽട്ടനും. അപ്പൊ ആദ്യം ഒന്ന് പറയാം, നമ്മൾ ജസ്റ്റ് എന്താണ് പറഞ്ഞിരുന്നത്? സ്കെൽറ്റൽ സിസ്റ്റം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. ഇതാണ് സ്കെൽറ്റൽ സിസ്റ്റം അല്ലെ? ബോൺസും കാർട്ടിലേജും വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫ്രെയിം വർക്ക്. ഇങ്ങനത്തെ ഒരു ഫ്രെയിം വർക്കിനെ പറയുന്ന പേരാണെന്ത്? സ്കെൽറ്റൽ സിസ്റ്റം. പിന്നെ നമ്മളിതിന്റെ 3 മെയിൻ ഫങ്ഷൻസ് ആണ് പറഞ്ഞത്. ഏതൊക്കെയാണ്? നമ്മളെ ഓർഗൻസിനൊക്കെ, വൈറ്റൽ ഓർഗൻസ്, ഉള്ളിലുള്ള ആ ഓർഗൻസിനൊക്കെ എന്ത് ചെയ്യുക? പ്രൊട്ടക്ട് ചെയ്യുക. ഇപ്പൊ നമ്മൾ ആ റിബ് കേജിന്റെ കേസ് പറയുകയാണെങ്കിൽ റിബ് കേജിന്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ട്? ഹേർട്ട് ഉണ്ട്, ലങ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളില്ലേ. അപ്പൊ ഈ റിബ് കേജ് എന്താ ചെയ്യണേ? അതിനെ പ്രൊട്ടക്ട് ചെയ്യല്ലേ. അപ്പൊ എന്തുണ്ടാവണ? ഓർഗൻസിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മൂവ്മെന്റ്സിനും ലോക്കോമോഷനും നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് എന്തായിരുന്നു? നമ്മൾ പറഞ്ഞു ഈ ബോൺസിലൊക്കെ ആരുണ്ട്? മിനറൽസ് ആയിട്ടുള്ള കാൽസ്യം, ഫോസ്ഫേറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അതിനെ എന്തായിട്ട് പറയാം? ഇതിന്റെ റിസർവയർ ആണെന്ന് പറയാം. ആര്? ഈ സ്കെൽറ്റൽ സിസ്റ്റം. പിന്നെ 2 സ്കെൽറ്റൽ സിസ്റ്റം ആണ് പറഞ്ഞത്. സ്കെൽറ്റൽ സിസ്റ്റത്തിനെ നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? ആക്സിയൽ സ്കെൽട്ടനും ഉണ്ട്, അപ്പൻഡിക്കുലർ സ്കെൽട്ടനും ഉണ്ട്. ആക്സിയൽ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ സ്കെൽറ്റൽ സിസ്റ്റം എടുക്കണമെന്നുണ്ടെങ്കിൽ നേരെ മിഡിലിൽ കാണുന്ന എല്ലാ സ്കെൽട്ടനും പറയുന്ന പേരാണ് ആക്സിയൽ. അപ്പൊ നടുഭാഗത്ത് നമ്മളെ സ്കെൽറ്റൽ സിസ്റ്റം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോ ബോഡി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നടുഭാഗത്ത് ആരൊക്കെ ഉണ്ടാവുക? സ്കൾ ഉണ്ടായിരിക്കും, വെർട്ടിബ്രൽ കോളം, പിന്നെ സ്റ്റേർണം, റിപ്സ്. ഇതൊക്കെ എന്താന്ന് അറിയണല്ലേ? ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ല അത്. അപ്പൻഡിക്കുലർ എന്ന് പറയുമ്പോൾ 2 സൈഡിൽ ഉണ്ടാവുന്നത് ഏതൊക്കെ ഉണ്ടാവുക? ലിംസും അതുപോലെ തന്നെ ഗ്രിഡിൽസും. നെക്സ്റ്റ് നമ്മൾ ഇതിനെ ഓരോന്നിനും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ആണ് എന്താണ്? സ്കള്. സ്കള് നമുക്ക് അറിയുന്നതാണ്. ഇപ്പൊ ഈ പിക്ചറിൽ കൊടുത്തത് നമ്മള് സ്കള്. സ്കൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് 2 സെറ്റ് ഓഫ് ബോൺ. 2 സെറ്റ് ഓഫ് ബോൺ വെച്ചിട്ടാണ് നമ്മൾ ഈ സ്കൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഏതൊക്കെയാണ്? ക്രാനിയൽ ബോൺസും ഉണ്ട്, അതുപോലെ തന്നെ ഫേഷ്യൽ ബോൺസും ഉണ്ട്. ക്രാനിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ തലയുടെ ആ ഭാഗത്ത് ഉണ്ടാവണം, മേലെ തലയുടെ ഭാഗം ഉണ്ടായിരിക്കില്ലേ,
മണ്ട എന്നൊക്കെ അറിയില്ല, അതേപോലെ. അപ്പൊ 8 ബോൺസ് വെച്ചിട്ടാണ് ഈ ക്രേനിയൽ ബോൺസ് ഉണ്ടാക്കിണ്ടാവുക. ഫേഷ്യൽ ബോൺ എന്ന് പറയുമ്പോൾ നമ്മളെ മുഖത്തേക്കുള്ള ബോൺസ്. ഈ മുഖത്ത് എത്ര ബോൺസ് ഉണ്ടായിരിക്കും? 14 ഉണ്ടായിരിക്കും. അപ്പൊ സ്കൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഏതൊക്കെയാണ്? ക്രേനിയൽ 8 ബോൺസും അതുപോലെ തന്നെ ഫേഷ്യൽ 14 ബോൺസ്. ഈ ഇത്രയും ബോൺസ് വെച്ചിട്ടാണ് നമ്മള് മൊത്തത്തിൽ ഒരു സ്കൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഓക്കെ. ഇനി എ സിംഗിൾ യു ഷേപ്ഡ് ബോൺ കോൾഡ് ഹയോഡ് ഈസ് പ്രസന്റ് അറ്റ് ദ ബേസ് ഓഫ് ദി ബക്കൽ ക്യാവിറ്റി. ഇനി നമ്മൾ അവിടെ എന്തുണ്ട്? ബക്കൽ ക്യാവിറ്റി പറയുമ്പോൾ നമ്മളെ വായുടെ ഭാഗം, ആ വായുടെ അവിടെ ബേസ് ആയിട്ട് നമ്മളിപ്പോ മാൻഡിബിൾ മറ്റേ ഇതുണ്ടായിരിക്കില്ലേ, എന്താ, ഇതാണ് മാൻഡിബിൾ എന്നാണ് ഈ പിക്ചറിൽ നോക്കിയാൽ കാണാം മാൻഡിബിൾ. അപ്പൊ ഈ മാൻഡിബിളിന്റെ അടിഭാഗത്ത് ഇവിടെ ഒരു യു ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ബോൺ ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഹയോഡ് ബോൺ എന്ന് പറയാം. ഓക്കെ. ഇതായിരുന്നു എന്ത്? ക്രേനിയൽ പാർട്ട്. ഇവിടെയാണ് എന്തുണ്ടാവുക? ഇവിടെയാണ് എന്തുണ്ടാവുക? ഫേഷ്യൽ പാർട്ട് ഉണ്ടാവുക, ഫേഷ്യൽ പാർട്ടുകൾ. ഓക്കെ. നെക്സ്റ്റ്, ദ ഈച്ച് മിഡിൽ ഇയർ കണ്ടെയ്ൻ 3 ടൈനി ബോൺസ്, മാലസ്, ഇംഗസ്, സ്റ്റേപ്പീസ്, പിന്നെ കളക്റ്റീവ്ലി കോൾഡ് ഇയർ ഓസിക്കിൾസ്. നമ്മളിപ്പോ യു ഷേപ്ഡ് ആയിട്ടുള്ള ബോൺ ഉണ്ട് പറഞ്ഞു ബക്കൽ ക്യാവിറ്റിയുടെ അടിയിൽ, അതിന് നമ്മൾ എന്ത് പറഞ്ഞത്? ഹയോഡ് ബോൺ. നെക്സ്റ്റ് എന്താ വെച്ചാല് മിഡിൽ ഇയറിൽ 3 ടൈപ്സ് ഓഫ് ബോൺസ് ആണുള്ളത്. ഏതൊക്കെ ഉണ്ടാവുക? മാലസ്, ഇംഗസ്, സ്റ്റേപ്പീസ്. നമുക്ക് അറിയണതാണ് നമ്മളെ മിഡിൽ ഇയറിൽ 3 ടൈപ്സ് ഓഫ് സ്മോൾ ബോൺസ് ഉണ്ട് എന്നൊക്കെ അറിയണല്ലേ. അപ്പൊ ഈ 3 മസിൽസിനെയും കൂട്ടി പറയുന്ന പേരാണ് എന്ത്? ഇയർ ഓസിക്കിൾസ്. ഓക്കെ. Next, the skull region articulate with the superior region of the vertebral column with the help of the two occipital condyle. നമ്മൾ ഈ സ്കള്ള് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്കള്ള് എവിടെ ഉണ്ടാവുക? നമുക്ക് ഓൾറെഡി അറിയണല്ലേ, എവിടെ എന്തെങ്കിലും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക? ഇവിടെ വെർട്ടിബിൾ കോളം ഉണ്ടായിരിക്കും അല്ലെ? വെർട്ടിബിൾ കോളത്തിന്റെ സുപ്പീരിയർ ഭാഗത്തായിരിക്കും ആര് നിൽക്കുന്നുണ്ടാവുക? ഈ സ്കള്ള് നിൽക്കുന്നുണ്ടാവുക. ഓക്കെ. പിന്നെ എങ്ങനെ വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക? 2 ഒസിപ്പിറ്റൽ കോണ്ടൈൽസ്. നമ്മളെ ഈ ബോൺസ് തന്നെയാണ് ഈ അടിഭാഗത്ത്, സ്കള്ളിന്റെ അടിഭാഗത്ത് ഉണ്ടാവണ ഒരു ബോണാണിത് ഒസിപ്പിറ്റൽ ബോൺ. ഈ ഒരു ഭാഗത്തിനെയാണ് ഒസിപ്പിറ്റൽ ബോൺ. അവിടെ ഈ അതിന്റെ 2 കോണ്ടൈൽസ് വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഓക്കെ. അപ്പൊ സ്കൾ ഒന്നുകൂടി പറയാം. സ്കൾ എന്താ വെച്ചാൽ എന്താണ്? നമ്മളെ തലയോട്ടി. ഓക്കെ. അത് 2 സെറ്റ് ഓഫ് ബോൺസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഒന്ന് ക്രേനിയൽ ബോൺസും ഉണ്ട്, ഫേഷ്യൽ ബോൺസും ഉണ്ട്. ക്രേനിയൽ ബോൺസ് പറയുമ്പോൾ ഈ ഭാഗത്ത് എത്രയൊക്കെ ഉണ്ടാവുക? 8 ബോൺസ് ആണ് ക്രേനിയൽ ബോൺസ് ഉണ്ടാവുക. ഫേഷ്യൽ ആണെന്നുണ്ടെങ്കിൽ 14 ബോൺസ് ഉണ്ടാവും. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ഒരു ഹയോഡ് ബോൺ പറഞ്ഞു. ഹയോഡ് ബോൺ എന്ന് പറഞ്ഞത് എന്താണ്? നമ്മളെ ബക്കൽ ക്യാവിറ്റിയുടെ അടിയിൽ, മീൻസ് ബേസില്, മാൻഡിബിളിന്റെ ബേസ് ആയിട്ട് ഉണ്ടാവണ ഒരു യു ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ബോണിനെയാണ് നമ്മൾ എന്ത് പറയാ? ഹയോഡ് ബോൺ എന്ന് പറയാം. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു മിഡിൽ ഇയർ. നമ്മുടെ ചെവിയുടെ മിഡിൽ ഇയർ ഇല്ലേ, അതിന്റെ ഉള്ളിൽ എന്തുണ്ട്? 3 ടൈപ്സ് ഓഫ് ബോൺസ് ഉള്ളത്. ഏതൊക്കെ പേര്? മാലസ്, ഇംഗസ്, സ്റ്റേപ്പീസ്. അപ്പൊ ഈ 3നെയും കൂട്ടി പറയുന്ന പേരാണ് എന്ത്? ഇയർ ഓസിക്കിൾസ്. ഓക്കെ. നെക്സ്റ്റ് എന്താ? നമ്മൾ സ്കൾ എങ്ങനെ ആർട്ടിക്കുലേറ്റ് ചെയ്യണം എന്നാ പറഞ്ഞത്. ആർട്ടിക്കുലേറ്റ് ചെയ്യണത് എങ്ങനെയാണ്? നമ്മളെ വെർട്ടിബിൾ കോളത്തിന്റെ സുപ്പീരിയർ റീജിയൻ, വെർട്ടിബിൾ കോളത്തിന്റെ ഏറ്റവും മേലത്തെ ഭാഗത്താണ് ആര് ആർട്ടിക്കുലേറ്റ് ചെയ്യണ്ടാവുക? ഈ സ്കള് ആർട്ടിക്കുലേറ്റ് ചെയ്യണ്ടാവുക. ഓക്കെ. ഇനി നെക്സ്റ്റ് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ വെർട്ടിബിൾ കോളം. ദ യൂണിറ്റ് ഓഫ് ദി വെർട്ടിബിൾ കോളം ഈസ് വെർട്ടിബ്രേ. നമ്മളെ വെർട്ടിബിൾ കോളം ഈ പിക്ചർ കണ്ടറിയാം നമുക്ക്. ഇതാണ് വെർട്ടിബിൾ കോളം. 26 എണ്ണാണ് നമ്മളെ വെർട്ടിബിൾ കോളം ഉണ്ടാവുക. അപ്പൊ ഈ പിക്ചറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെർവൈക്കൽ എത്ര ഉണ്ടാവുക? മേലത്തെയാണ് സെർവൈക്കൽ പാർട്ട്, അതിൽ 7 എണ്ണം ഉണ്ടായിരിക്കും. നെക്സ്റ്റ് തൊറാസിക് പാർട്ട്. നമ്മൾ തൊറാസിക് ഏരിയയിൽ വരുന്ന വെർട്ടിബിൾ കോളത്തിനെയാണ് തൊറാസിക് എന്ന് പറയുന്നത്. തൊറാസിക് എത്ര എണ്ണം ഉണ്ടാവുക? 12 എണ്ണം ഉണ്ടായിരിക്കും. ഞാൻ യെല്ലോ കളറിൽ കാണുന്നതാണ് ലംബാർ, മീൻസ് നമ്മളെ ലംബാർ റീജിയൻ. ഇപ്പൊ നമ്മളെ ബോഡി പാർട്സിനെ ഒരുപാട് പാർട്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. അതിൽ ലംബാർ മീൻസ് ഒരുപാട് റീജിയൻസ് ആക്കിയിട്ടുണ്ട്. അതിൽ ലംബാർ റീജിയൻസിൽ ഉണ്ടാവണ വെർട്ടിബിൾ കോളത്തിനെയാണ് ലംബാർ എന്ന് പറയുന്നത്. അതിൽ എത്ര എണ്ണം ഉണ്ടാവുക? 5 എണ്ണം ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ആണ് സാക്രം. സാക്രം എത്ര എണ്ണം ഉണ്ടാവുക? 5 എണ്ണം ഉണ്ടാവുക. അത് ഫ്യൂസ് ചെയ്തിട്ടാണ് കിടക്കുന്നുണ്ടാവുക. നെക്സ്റ്റ് ഒരു പിങ്ക് കളറിൽ ജസ്റ്റ് ഒരു പോയിന്റ് പോലെ കാണും, അതിനെയാണ് കോസിക്സ് ആണത്. അതും എന്തെന്നെയാണ്? 4 എണ്ണം തന്നെ ഉണ്ടാവുക. പക്ഷെ എന്തെന്നെ? ഫ്യൂസ് ചെയ്തിട്ടാണ് കിടക്കുന്നുണ്ടാവുക. ഓക്കെ. അപ്പൊ ഒന്നുകൂടെ പറയാം. വെർട്ടിബിൾ കോളം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ യൂണിറ്റ് എന്താണ്? വെർട്ടിബ്രേ എന്നാണ്. 26 വെർട്ടിബിൾ കോളം ഉണ്ടാവുക. മീൻസ് ആ നമ്പേഴ്സ്, ഇപ്പൊ സെർവിക്സ് 7 തൊറാസിക് 12, ആ നമ്പറുകളില്ലേ, അത് മൊത്തത്തിൽ കൂട്ടി നമുക്ക് എത്ര നമ്പർ കിട്ടും? 26 എന്നുള്ള നമ്പർ കിട്ടും. ഓക്കെ. നെക്സ്റ്റ്, ഇറ്റ് എക്സ്റ്റെൻഡ് ഫ്രം ദ ബേസ് ഓഫ് ദി സ്കാൾ ആൻഡ് കൺസ്റ്റിറ്റ്യൂട്ട് ദ മെയിൻ ഫ്രെയിം ഓഫ് ദി ട്രങ്ക്. നമ്മള് ഇവർ എവിടുന്നാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടാവുക? അതിന്റെ എക്സ്റ്റെൻഡ് പറഞ്ഞാൽ അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാവും മേലെ ആരുള്ളത്? സ്കള്ളല്ലേ. സ്കള്ളിന്റെ മേലെ മീൻസ് ഇതിന്റെ മേലെ ആരുണ്ടാവും? സ്കൾ ഉണ്ടാവും. അപ്പൊ ഈ സ്കള്ള് മുതല് അതാണ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. മെയിൻ നമ്മളെ ട്രങ്കിന്റെ ഒരു ഫ്രെയിം വർക്ക് ഇതാണ്. ഇപ്പൊ നമ്മൾ ട്രങ്ക് എന്ന് അറിയില്ലേ, അതിന്റെ മെയിൻ ഫ്രെയിം വർക്ക് ആരാണ്? ഈ വെർട്ടിബിൾ കോളാണ്. ഓക്കെ. ഇനി നെക്സ്റ്റ്, ഇറ്റ് ഹാസ് സെൻട്രൽ ഹോളോ പോർഷൻ ത്രൂ വിച്ച് ദ സ്പൈനൽ കോഡ് പാസസ്. നമ്മൾ ഈ വെർട്ടിബിൾ കോളത്തിന്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും? ഒരു ഹോളോ പോലെ ആയിട്ടാണ് കിടക്കുന്നത്. ഇപ്പൊ കൈ മടക്കി നമുക്ക് ജസ്റ്റ് ഗ്യാപ്പ് കാണില്ല, അതേപോലെ ഒരു ഹോളോ ആയിട്ടാണ് കിടക്കുന്നുണ്ടാവുക. ഈ ഹോളോ പാർട്ടിന്റെ ഉള്ളിൽ കൂടെയാണ് ആര് പോകുന്നുണ്ടാവുക? സ്പൈനൽ കോഡ്. നമ്മള് ഈ വെർട്ടിബിൾ കോളം കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സാധനമല്ല, കുറച്ച് ഹോളോ ആയിട്ടുള്ള പാർട്ട് കാണാം.
ഈ ഹോളോ ആയിട്ടുള്ള പാർട്ടിന്റെ ഉള്ളിൽ കൂടെയാണ് ആരുണ്ടാവുക, സ്പൈനൽ കോഡ് പാസ് ഉണ്ടാവുക. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ തന്നെ ഈ വെർട്ടിബ്രൽ കോളം 5 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മീൻസ് ഓരോ പാർട്ടിനനുസരിച്ചിട്ട് സെർവിക്കല്, തൊറാസിക്, ലംബാർ, സാക്രൽ ആൻഡ് കോസിഗിയൽ. സെർവിക്കൽ എന്ന് പറയുമ്പോൾ 7 നമ്പേഴ്സ് ആണ് ഉണ്ടാവുക. തൊറാസിക് 12, ലംബാർ 5, സാക്രൽ 1, കോസിംഗിയൽ 1. മീൻസ് അത് ഫ്യൂസ് ചെയ്തിട്ടാണല്ലോ കിടക്കുന്നത്, അതുകൊണ്ടാണ് അതിന് 1 1 എന്ന് പറയുന്നത്. ഓക്കെ, ശരിക്കും എത്ര നമ്പർ ആണുള്ളത്? സാക്രൽ ആണെങ്കിൽ 5, അത് ഫ്യൂസ് ചെയ്തിട്ട് കിടക്കണേ, അതുകൊണ്ട് നമ്മൾ അതിന് 1 എന്ന് കൂട്ടുന്നത്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. നമ്മളെ വെർട്ടിബ്രൽ കോളം എന്നാണ് നമ്മളെ ബോഡിത്തെ ഓരോ റീജിയൻ. ഇപ്പൊ സെർവൈക്കൽ റീജിയൻ ഉണ്ട്, മീൻസ് ബേസ് ഓഫ് ദി സ്കള്ള് മുതല് നമ്മളെ ഈ തൊണ്ടഭാഗം വരെയാണ് എന്തുണ്ടാവുക, സെർവൈക്കൽ ഉണ്ടാവുക. പിന്നെ തൊറാസിക്കിനാണത് നമ്മൾ തൊറാസിക് പാർട്ടില്, പിന്നെ ലംബാർ, അങ്ങനെ ഓരോ റീജിയനില് വെർട്ടിബ്രൽ കോളത്തിന്റെ പേരുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് റിപ്സ് ആണ് പറയണത്. റിപ്സ് എന്നാണത് എന്താണ്, നമ്മളൊരു തിന്നായിട്ടുള്ള ഫ്ലാറ്റ് ബോണാ. ഈ പിക്ചർ കണ്ടാൽ മനസ്സിലാവും, കണ്ടില്ലേ? ഇതെന്താണ്, ഒരു തിന്നായിട്ടുള്ള ഫ്ലാറ്റ് ബോണാണ്, നല്ല പരന്നൊരു ബോണാണ് എന്ത്, റിപ്സ്. നമുക്ക് അറിയണതാണ്, ഈ പിക്ചർ നമുക്ക് അറിയണ്ടായിരിക്കും. നമ്മൾ തൊറാസിക് ഏരിയയിൽ കാണുന്ന ഒരു സ്കെൽട്ടാണ് എന്ത്, റിപ്സ്. ഇനി ഇവിടെ എന്താ വെച്ചാല് ഫസ്റ്റ് 7 pairs ഓഫ് ദ റിപ്സ് ആർ കോൾഡ് ട്രൂ റിപ്സ്. നമ്മളിതില് ഒരുപാട് ഈ റിപ്സിനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 2 3 4 5 6, അതിൽ ആദ്യത്തെ 7 എണ്ണം ഇതിൽ ഇങ്ങനെ എണ്ണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് റിബ്, സെക്കൻഡ് റിബ്, അങ്ങനെ ഈ പേരിൽ കണ്ടില്ലേ 1 2 3 4 and 7. ഈ 7 റിപ്സിനെ പറയുന്ന പേരാണ് ട്രൂ റിപ്സ്. കാരണം എന്തുകൊണ്ട് ഇവര് ട്രൂ റിപ്സ് എന്ന് പറയാൻ കാരണം, ഇവര് ഈ ഒരു ഭാഗത്തിനാണ് നമ്മൾ എന്ത് പറയണത്, സ്റ്റേണം എന്നാണത്. ഈ റിപ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടില്ലേ? സ്റ്റേണത്തിന് ഏറ്റവും അറ്റാച്ച് ചെയ്തിട്ടാണ് കിടക്കണത് അല്ലെ? ഈ 7 എണ്ണം എന്താണ്, അറ്റാച്ച് ചെയ്തിട്ടല്ലേ കിടക്കണേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാ പറയാ, അതിനെ ട്രൂ റിപ്സ് എന്ന് പറയാം. കാരണം എന്തുണ്ട്, സ്റ്റേണത്തിന് ഏറ്റവും അറ്റാച്ച് ചെയ്തിട്ടാണ് കിടക്കണേ. നെക്സ്റ്റ് നോക്ക്, 8 9 10 ആർ കോൾഡ് ഫാൾസ് റിബ്. ഇപ്പൊ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8 9 10 ഇവര് കറക്റ്റ് സ്റ്റേണത്തിനായിട്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അല്ല. കാരണം 8ഉം 9ഉം 10ഉം കൂടി ഫ്യൂസ് ചെയ്തിട്ട് അങ്ങനെയാണ് ആർക്ക് പോയിട്ടുള്ളത്, സ്റ്റേണത്തിന്മേൽ പോയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് അതിന് എന്ത് പറയാം, ഫാൾസ് റിബ് എന്ന് പറയാം. ഇനി നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ടു റിപ്സ് എത്ര ഏതൊക്കെയാ, 11th and 12th. ഇതിന് നമുക്ക് ഫ്ലോട്ടിംഗ് റിപ്സ് എന്ന് അറിയാം. അപ്പൊ മൊത്തത്തിൽ 12 റിപ്സ് ആണ് ഉണ്ടാവുക. 12 എന്നല്ല, ഒരു സൈഡിൽ 12 എണ്ണം. അപ്പൊ അതിൽ ആദ്യത്തെ 7 എണ്ണത്തിന് നമ്മൾ എന്ത് പറഞ്ഞു, ട്രൂ റിപ്സ് എന്ന് പറഞ്ഞു. കാരണം എന്തുണ്ട്, സ്റ്റേണത്തിനേറ്റ് അറ്റാച്ച്മെന്റ് ഉണ്ട്. പിന്നെ 8 9 10 ആണെന്നുണ്ടെങ്കിൽ അതിന് ഫാൾസ് റിബ് എന്ന് പറഞ്ഞു. കാരണം അവർ സ്റ്റേണത്തിനേറ്റ് അറ്റാച്ച്മെന്റ് ഇല്ല. പിന്നെ 11 12 ഏറ്റവും ലാസ്റ്റത്തെ 2 ഫ്ലോട്ടിംഗ് റിബ് എന്ന് പറയാം. കാരണം എന്താ, അവര് ഫ്ലോട്ട് ചെയ്തിട്ടാ കിടക്കണേ, കണ്ടില്ലേ? അവര് തമ്മിൽ ഫ്യൂഷൻ ചെയ്യുക, അറ്റാച്ച് ചെയ്യുക ഒന്നുമില്ല, കണ്ടില്ല? വെറുതെ ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യണത്. അതുകൊണ്ടാണ് ഇതിനെ ഫ്ലോട്ടിംഗ് റിബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ടോട്ടലി എത്ര ഉണ്ടാവാ, 12 pairs ഓഫ് റിബ്സ് ഉണ്ട്. ദ സ്റ്റേർണം ഇസ് എ ഫ്ലാറ്റ് ബോൺ ഓൺ ദ വെൻട്രൽ മിഡ് ലൈൻ ഓഫ് ദി തൊറാക്സ്. നമ്മൾ തൊറാക്സിൽ ഇതാണ് എന്ത്, ഈ സെൻട്രിൽ കാണുന്ന ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള ബോണിനെയാണ് നമ്മൾ എന്ത് പറയാ, സ്റ്റേർണം എന്ന് പറയുന്നത്. സ്റ്റേർണത്തേക്ക് ആണ് ഇവര് പോയിട്ട് അറ്റാച്ച് ചെയ്യേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ ഇതിന്റെ മിഡ് ലൈൻ എന്ന് പറയാം. അപ്പൊ അത്രേ ഉള്ളൂ. റിബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്ലാറ്റ് ആയിട്ടുള്ള ടിൻ ആയിട്ടുള്ള ബോണാണ്. മൊത്തത്തിൽ 12 റിബ്സ് ആണ് ഉണ്ടാവുക. അതിൽ ഫസ്റ്റ് 7 പെയർസിനെ നമ്മൾ എന്ത് പറയും, ട്രൂ റിബ് എന്ന് പറയും. 8ഉം 9ഉം 10 ആണെന്നുണ്ടെങ്കിൽ അതിനെ ഫാൾസ് റിബ് എന്ന് പറയും. പിന്നെ 11ഉം 12ഉം വെച്ച് ലാസ്റ്റത്തെ 2 റിബ്സ് ആണ് 11ഉം 12ഉം. അതെന്താണ്, ഫ്ലോട്ടിംഗ് റിബ് എന്നാണ് പറയാ. അതെന്തുകൊണ്ടാ ട്രൂ റിബ് ഫാൾസ് റിബ് എന്ന് മനസ്സിലായില്ലേ? ട്രൂ റിബ് എന്ന് പറയുമ്പോൾ എന്താണ്, സ്റ്റേണത്തിനേറ്റ് അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കും. ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റേണത്തിനേറ്റ് അറ്റാച്ച്മെന്റ് എങ്ങനെയാണ്, ഡയറക്റ്റ്ലി അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കില്ല, പക്ഷെ അത് ഫ്യൂസ് ചെയ്തിട്ട് പിന്നെയാണ് പോയിട്ട് സ്റ്റേണത്തിനേറ്റ് അറ്റാച്ച്മെന്റ് ഉള്ളത്. ഇനി ലാസ്റ്റ് 2 പെയർസ് ആണെന്നുണ്ടെങ്കിൽ അവരെന്തില്ല, സ്റ്റേണത്തിനേറ്റ് അറ്റാച്ച് ചെയ്തിട്ട് കിടക്കണില്ല, ജസ്റ്റ് അവിടെ തന്നെ റിബ് പോലെ നിൽക്കുകയാണ് ചെയ്യണം. ഓക്കെ, പിന്നെ നമ്മൾ സ്റ്റേൺ എന്താന്ന് പറഞ്ഞു, സ്റ്റേൺ എന്ന് പറയുന്നത് എന്താണ്, ഈ വെൻട്രൽ മിഡ് ലൈൻ, ഒരു മിഡ് ലൈൻ ആണ് തൊറാക്സിന്റെ. മിഡ് ലൈൻ എന്ന് പറയുന്ന പേരാണ് സ്റ്റേണം. ഓക്കെ, നെക്സ്റ്റ് ബോൺസ് ഓഫ് ദി ഫോർ ലിംബ് എന്ന് പറയുന്നത്. ഫോർ ലിംബ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ രണ്ട് കൈയുടെ ബോൺസ് ആണ് പറയുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം. ഫോർ ലിംബ് പറയുമ്പോൾ ഇപ്പൊ നമ്മളെ കയ്യിൽ മൊത്തത്തിൽ എത്ര ബോൺസ് ഉണ്ടായിരിക്കും, 30 ബോൺസ് ആണ് ഉണ്ടാവുക. ഫസ്റ്റ് ആണ് ഹ്യൂമറസ്. ഹ്യൂമറസ് എത്ര എണ്ണം ഉണ്ടാവുക, ഒരെണ്ണം. ഈ ഒരു എല്ലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു ബോണിനെയാണ് നമ്മൾ ഹ്യൂമറസ് എന്നാണത്. ഓക്കെ, നെക്സ്റ്റ് എന്താ വെച്ചാൽ റേഡിയസ് ആൻഡ് അൾന, 2 എണ്ണം. ഒരു റേഡിയസും ഒരു അൾനയും. ഓക്കെ, അങ്ങനെ 2 എണ്ണം. ഈ ഒരു ഭാഗത്തിനെയാണ് ലാറ്ററലി കാണുന്നതാണ് എന്ത്, റേഡിയസ്. ഇതെന്താണ്, അൾന. അപ്പൊ 3 ബോണായി, ഒരു ഹ്യൂമറസും ഉണ്ട്, ഈ സൈഡിലെ റേഡിയസും, ഈ മെലിഞ്ഞത് ആരാണ്, അൾന. ഓക്കെ, നെക്സ്റ്റ് കാർപ്പൽസ് 8 എണ്ണം. കാർപ്പൽ എന്ന് പറയുമ്പോ എന്താ, നമ്മളെ ഈ ഒരു ഭാഗത്തേക്കാണ്, പിക്ചറിൽ ക്ലിയർ ഇല്ല, നമ്മളെ കൈയുടെ വിരലിന്റെ ഇതൊക്കെ ഉണ്ടായിരിക്കും, അതിനെയാണ് കാർപ്പൽ എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഇടയിലുള്ള അതിന്റെ ചെറുതുണ്ടായിരിക്കും, അപ്പൊ ഇതിനെയാണ് കാർപ്പൽ എന്നാണത്. അതിന്റെ ഈ ചെറുതിനെ, ഇത് കാർപ്പൽ ആണെന്നുണ്ടെങ്കിൽ ഇതെന്താണ്, മെറ്റാ കാർപ്പൽ.
പിന്നെ വിരലിന്റെ അവിടേക്ക് എത്തിയാൽ 3, ഇപ്പൊ വിരലാണെന്നുണ്ടെങ്കിൽ 3 എല്ല് വെച്ചിട്ടാണ് ഉണ്ടാക്കിണ്ടാവുക. നമ്മള് വിരല് കണ്ടാൽ തന്നെ മനസ്സിലാവുണ്ടാവും. 3 വിരല് വെച്ചിട്ടാണ് ഉണ്ടാക്കിണ്ടാവുക. സോറി, 3 ബോൺസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിണ്ടാവുക. അതിന് നമ്മൾ എന്ത് പറയാ? ഫലാഞ്ചസ് എന്ന് പറയാം. ഓക്കെ, അങ്ങനെ ഫലാഞ്ചസ് 14 ഉണ്ടാവുക. കാരണം നമ്മളെ തമ്പില് 2 ബാക്കിയുള്ള എല്ലാ വിരലിലും എത്ര ഉണ്ടാവുക? 3 ഫലാഞ്ചസ് ഉണ്ടായിരിക്കും. അപ്പൊ മൊത്തത്തിൽ എത്രയായി? 14. പിന്നെ മെറ്റാകാർപ്പിൽ 5 ഉണ്ടായിരിക്കും, കാർപ്പിൽ 8 ഉണ്ടായിരിക്കും. അങ്ങനെ മൊത്തത്തിൽ 4 ലിംബിൽ എത്ര ബോൺസ് ഉണ്ടാവുക? 30 ബോൺസ് ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ 4 ലിംബിൽ അത്രേ ഉള്ളൂ. ഒരു ഹ്യൂമറസ് ഉണ്ടായിരിക്കും, റേഡിയസും മൾണിയും കൂടിയിട്ട് 2. പിന്നെ കാർപ്പിൾസ് 8 ഉണ്ടായിരിക്കും, മെറ്റാകാർപ്പിൾസ് 5. പിന്നെ ഫലാഞ്ചസ് എത്രയാണ്? 14. നെക്സ്റ്റ് ഇതേപോലെ തന്നെ ലോവർ ലിംബില് നമ്മളെ കാലിന്റെ ഇത് ബോൺസ് നോക്കണമെന്നുണ്ടെങ്കിൽ അതിലും എന്ത് തന്നെയാണ്? 30 ബോൺസ് തന്നെയാണ് ഉണ്ടാവുക. അതില് ഫ്യൂമറസ് എന്നാണ് പറയാ. ഫ്യൂമറസ് എന്നാണ്, നേരത്തെ ഹ്യൂമറസ് എന്നാണില്ല, അതേപോലെ ഇവിടെ ആരാണുള്ളത്? ഫ്യൂമറസ് ആണുള്ളത്. പിന്നെ ടിബിയ ഫിബുലെ, ടിബിയ ഫിബുല പിക്ചറിൽ നോക്കിയാൽ മനസ്സിലാവും ടിബിയ ഏതാ ഫിബുല ഏതാന്ന്. കണ്ടില്ലേ? ഈ തടിച്ചതാണ് ടിബിയ, ഒരു സ്ലിം ആയിട്ടുള്ളതാണ് ഫിബുല. അപ്പൊ ഇതും എത്ര ഉണ്ടാവുക? 1 അങ്ങനെ 2 ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ടാർസൽ, മറ്റേ എന്താ പറഞ്ഞത്? കാർപ്പൽ, മെറ്റാകാർപ്പൽ, ഫലാഞ്ചസ് എന്നല്ലേ? പക്ഷെ കാലിലാണെന്നുണ്ടെങ്കിൽ ഇതിനെ ടാർസൽ എന്ന് അറിയും. പിന്നെ മെറ്റാടാർസൽ എന്ന് പറയുമ്പോൾ ഈ ഒരു ചെറിയ ബോൺസ്. പിന്നെ ബെർലിന്റെ അവിടേക്ക് എത്തിയാൽ നമ്മൾ എന്ത് പറയും? അതിനെ ഫലാഞ്ചസ് എന്ന് പറയും. സെയിം തന്നെയാണ് ബോൺസ് ഉണ്ടാവുക, പേര് മാത്രമാണ് വ്യത്യാസമുള്ളത്. അതിൽ ഹ്യൂമറസ് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ഫ്യൂമർ, പിന്നെ അതിൽ റേഡിയസ് അലിഞ്ഞിരുന്ന് ഇതിലെന്താ? ടിബിയും ഫിബുലയും. പിന്നെ മറ്റേ എന്തായിരുന്നു? കാർപ്പൽസ് എന്നായിരുന്നു. ഇതിലെന്താണ്? ടാർസൽ. പിന്നെ മെറ്റാ ടാർസൽ, മറ്റേൽ എന്തായിരുന്നു? മെറ്റാ കാർപ്പൽ. ഓക്കെ, ഫലാഞ്ചസ് സെയിം തന്നെ. പിന്നെ ബോണിന് ഒരെണ്ണം എക്സ്ട്രാ ഉണ്ടായിരിക്കും, പെറ്റല്ല. പെറ്റല്ല പറഞ്ഞ എന്താ നമുക്കറിയാം? നമ്മൾ മുട്ടിന്റെ ചിരട്ട എന്നൊക്കെ അറിയില്ലേ? അതാണ് ഈ സ്മോൾ നൊഡ്യൂൾ ആയിട്ടുള്ള ബോണിനെ പറയുന്ന പേരാണ് എന്ത്? പെറ്റല്ല. ഓക്കെ, ഒരു എക്സ്ട്രാ ഒരു ബോൺ കൂടി ഉണ്ട് എന്നുള്ളു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ജോയിന്റ്സിനെ പറ്റിയിട്ട് പറഞ്ഞു. അപ്പൊ ഇത്രയും നേരത്തെ നമ്മൾ പറഞ്ഞത് കുറച്ച് ബോൺസിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. നമുക്ക് അറിയുന്നതാണ് ബോൺസിന്റെ ഇടയിൽ നമ്മൾ ജോയിൻ ചെയ്യിക്കാൻ ആരുണ്ടായിരിക്കും? ജോയിന്റ്സ് ഉണ്ടായിരിക്കും, ഇല്ലേ? നെക്സ്റ്റ് ജോയിന്റ്സ്. The joint are the points of contact between 2 or more bones or between a bone and cartilage. Joints ആണ് എന്താണ്? 2 അതിൽ കൂടുതലോ ബോൺസ് വരുന്ന ജോയിന്റിനെ അല്ലെങ്കിൽ കോണ്ടാക്ട് വരുന്ന ആ പോയിന്റിലോ, അല്ലെങ്കിൽ നമ്മൾ ഒരു ബോണും ഒരു കാർട്ടിലേജും ഉണ്ടാവുന്ന പോയിന്റിലോ ഉണ്ടാവുന്ന ജോയിന്റിന് പറയുന്ന പേരാണ് എന്ത്? മീൻസ് ആ പോയിന്റിന്, ആ കോണ്ടാക്ട് വരുന്ന പോയിന്റിന് പറയുന്ന പേരാണ് ജോയിന്റ്. നമുക്ക് അറിയണതാണ് 2 ബോണുള്ള ഇടയിൽ എന്തുണ്ടായിരിക്കും? നമുക്ക് മടങ്ങണം എന്നുണ്ടെങ്കിൽ അവിടെ ആരുണ്ടായിരിക്കും? ജോയിന്റ് ഉണ്ടാവും, ഇല്ലേ? അത് 2 ബോണിന്റെ ഇടയിൽ തന്നെ ആവണമെന്നില്ല, ഒരു ബോണും ഒരു കാർട്ടിലേജും തമ്മിലാവാം. ഓക്കെ, നെക്സ്റ്റ്. ദ ജോയിന്റ്സ് ആർ എസെൻഷ്യൽ ഫോർ ഓൾ ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ഇൻവോൾവിംഗ് ദ ബോണി പാർട്ട് ഓഫ് ദി ബോഡി. നമ്മളെ ബോഡി മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെറും എല്ല് വെച്ചാലേ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. കൈയും കാലും എന്ത് വേണമെങ്കിലും നമുക്ക് ജസ്റ്റ് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബോൺസിന്റെ ഇടയിലോ അല്ലെങ്കിൽ ബോൺസിന്റെ കാർട്ടിലേജിന്റെ ഇടയിലോ ആര് വേണം? ജോയിന്റ്സ് വേണം. അപ്പൊ ജോയിന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ജോയിന്റ് ഇല്ലാത്ത ബോണിന്റെ ഭാഗമാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ നമ്മള് ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫ്യൂമറസും ഉണ്ട്, ടിബിയ ഫിബുല ഉണ്ട്. ഇതിന്റെ ഇടയിൽ ആരുണ്ട്? ഇവിടെ എന്തുണ്ട്? ഒരു ജോയിന്റ് ഉണ്ടായിരിക്കും, ഇല്ലേ? മുട്ടിന്റെ അവിടെ ഒരു ജോയിന്റ് ഇല്ലേ? പക്ഷെ ഈ ഫ്യൂമർ മാത്രം നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇതിന്റെ ഒരു ഭാഗത്തിന് മാത്രം മൂവ് ചെയ്യാൻ പറ്റും? ഇല്ല, അത് കറക്റ്റ് ഒരു അല്ല. അതിന്റെ ഇടയിൽ ആരില്ല? ജോയിന്റ് ഇല്ല. ഇവിടെ ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ബോൺസ് ഉള്ളത് ഏതൊക്കെയാ? ഫ്യൂമർ, ടിബിയ, ഫിബുല. അതിന്റെ ഇടയിൽ ആരുണ്ടായിരിക്കും? ജോയിന്റ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ആ ജോയിന്റ് ഉള്ള കാരണം നമുക്ക് വാക്ക് ചെയ്യാനും അങ്ങനത്തെ പല മൂവ്മെന്റിനും പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതേപോലെ തന്നെ ജോയിന്റ്സിനും എന്തുണ്ട്? ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇപ്പൊ നമ്മള് മറ്റേ ബോണിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഏതൊക്കെയെന്ന്? 2 ടൈപ്പ്, ആക്സിയലും ഉണ്ട്, മറ്റേ അപ്പൻഡിക്കുലാറും ഉണ്ട്, ഇല്ലേ? അതേപോലെ തന്നെ ജോയിന്റ്സിന് എന്തുണ്ട്? 3 ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വണ് ഫൈബ്രസ് കാർട്ടിലേജ്, നെക്സ്റ്റ് വണ്ണാണ് കാർട്ടിലേജിയസ്, സോറി ഫൈബ്രസ് ജോയിന്റ്, നെക്സ്റ്റ് എന്താണ്? കാർട്ടിലേജിയസ് ജോയിന്റ്, തേർഡ് വൺ ആണ് എന്ത്? സൈനോവിയൽ ജോയിന്റ്. അങ്ങനെ 3 ടൈപ്സ് ഓഫ് ജോയിന്റ്സ് ആണ് നമുക്കുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? ഫൈബ്രസ് ജോയിന്റ്. ഫൈബ്രസ് ജോയിന്റ് എന്ന് പറഞ്ഞാല് ഡു നോട്ട് അലോ എനി മൂവ്മെന്റ്. നമുക്ക് ഒരു മൂവ്മെന്റും എന്തുണ്ടായിക്കില്ല, അവർ തരുന്നുണ്ടായിക്കില്ല. എക്സാമ്പിൾ ഫ്ലാറ്റ് സ്കൾ ബോൺ. നമ്മളെ സ്കളിന്റെ ബോണിനെ മൂവ് ചെയ്യാൻ പറ്റണ്ടേ? നമ്മളെ തലയുടെ മേൽഭാഗം വെച്ചിട്ട് എന്തെങ്കിലും മൂവ് ചെയ്യാൻ പറ്റണ്ടല്ലോ? മൊത്തത്തിൽ തല നീങ്ങാന്നല്ലാണ്ട് തലയുടെ ഏതെങ്കിലും ഒരു പാട്ട് കൊണ്ട് നീങ്ങുന്നുണ്ടാ? ഇല്ല. കാരണം അവരെന്താ? എന്ത് ജോയിന്റ് അവിടെ ജോയിന്റ് ഉണ്ടാ ചോദിച്ചുണ്ട്. കാരണം എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തലയില് നമ്മൾ എന്തുണ്ട്? 8 ക്രേനിയൽ ബോൺസും അതുപോലെ തന്നെ ഫേഷ്യൽ 14 ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ കുറെ ബോൺസ് ആണെന്നുണ്ടെങ്കിലും ആ ബോൺസിന്റെ ഇടയിൽ ജോയിന്റ്സ് ഉണ്ട്. പക്ഷെ ആ ജോയിന്റ്സ് എന്ത് ജോയിന്റ്സ് ആണ്? ഫൈബ്രസ് ജോയിന്റ്സ് ആണ്, അല്ലെ? ആ ഫൈബ്രസ് ജോയിന്റ് ആയ കാരണമാണ് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്? മൂവ് ചെയ്യാൻ പറ്റാത്തത്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്താണ്? സ്കള്. ഓക്കെ, സ്കളിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ അല്ലെ? കാരണം എന്താ? ഫൈബ്രസ് ജോയിന്റ് ആണ് അവരുടെ ഉണ്ടാവുക.
നെക്സ്റ്റ് കാർട്ടിലേജസ് ജോയിന്റ്. കാർട്ടിലേജസ് ജോയിന്റ് എന്ന് പറയുമ്പോൾ എലോ ദ ലിമിറ്റഡ് മൂവ്മെന്റ്, ലിമിറ്റഡ് ആയിട്ടുള്ള മൂവ്മെന്റ് തരുള്ളൂ. മൂവ്മെന്റ് ഉണ്ട്, പക്ഷെ എന്താണ്, ലിമിറ്റഡ് ആയിട്ടാണ് അവർ തരുള്ളൂ. അതിന് എക്സാമ്പിൾ എന്താ, ജോയിന്റ് ബിറ്റ്വീൻ ദ അഡ്ജസന്റ് വെർട്ടിബ്രെ. വെർട്ടിബ്രെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇപ്പൊ വെർട്ടിബ്രെ ഈ പിക്ചറിൽ നോക്കണ ഇതാണ് വെർട്ടിബ്രെ. ഈ വെർട്ടിബ്രയുടെ ഇടയിൽ എന്തുണ്ടായിരിക്കും, നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഒരുപാട് ബോൺസ് വെച്ചിട്ടല്ലേ ഈ ബോൺസിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ജോയിന്റ്സിനെ പറയുന്ന പേരെന്താണ്, നമ്മള് കാർട്ടിലേജസ് ജോയിന്റ്. പക്ഷെ ഈ ജോയിന്റ് എന്താ ചെയ്യാന്ന് വെച്ചാൽ മൂവ്മെന്റ് തരുന്നുണ്ട്, പക്ഷെ ലിമിറ്റഡ് ആയിട്ടുള്ള മൂവ്മെന്റേ ഉള്ളൂ. എല്ലാ സൈഡിലേക്കും കിടന്ന് മൂവ് ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് ലിമിറ്റഡ് ആയിട്ട് അല്ലെ, അല്ലെങ്കിൽ വല്ല പ്രശ്നം വരും. അധികം ലിമിറ്റഡ് ആയിട്ടുള്ള മൂവ്മെന്റ് അവർ വരുള്ളൂ. അപ്പൊ അതിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്താണ്, വെർട്ടിബ്രയുടെ ഇടയിൽ അഡ്ജസന്റ് ആയിട്ടുള്ള വെർട്ടിബ്രയുടെ ഇടയിൽ ഉണ്ടാവുന്ന ജോയിന്റ്സിന് ബെസ്റ്റ് എക്സാമ്പിൾ ആരാണ്, കാർട്ടിലേജസ് ജോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് ആണ് സൈനോവിയൽ ജോയിന്റ്. സൈനോവിയൽ ജോയിന്റ് എന്ന് പറഞ്ഞാൽ ഫ്രീലി മൂവബിൾ, നമുക്ക് ഏത് സൈഡിലേക്കും എന്ത് ചെയ്യാൻ പറ്റും, തിരിക്കാനും ഇതിനൊക്കെ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ സൈനോവിയൽ ജോയിന്റ്സ് തന്നെ ഒരുപാട് ടൈപ്സുകൾ ഉണ്ട്. ഏതൊക്കെയാണ്, ബോൾ ആൻഡ് സോക്കറ്റ് ഉണ്ട്, ഹിഞ്ച് ജോയിന്റ് ഉണ്ട്, പൈവറ്റ് ജോയിന്റ് ഉണ്ട്, ഗ്ലൈഡിംഗ് ജോയിന്റ് ഉണ്ട്. നെക്സ്റ്റ് ആണ് സാഡിൽ ജോയിന്റ്. അപ്പൊ ബോൾ ആൻഡ് സോക്കറ്റ് നമുക്ക് അറിയണതാണ്, എന്താണ്, ബിറ്റ്വീൻ ദ ഹ്യൂമറസ് ആൻഡ് പെക്ടോറൽ ഗ്രിഡിൽ. പെക്ടോറൽ ഗ്രിഡിലും അതുപോലെ തന്നെ ഹ്യൂമറസും. നമ്മള് ബോൾ ആൻഡ് സോക്കറ്റിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഷോൾഡർ ജോയിന്റ് എന്ന് പറഞ്ഞാലും മതി. ഷോൾഡർ ജോയിന്റ് എന്ന് പറയുമ്പോ എന്താ, ഇതാണ് ഷോൾഡർ ജോയിന്റ്. അപ്പൊ നമുക്ക് എല്ലാ ഇപ്പൊ ഷോൾഡർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ആക്സസിലേക്കും തിരിയാൻ പറ്റുന്നുണ്ട്, ലിമിറ്റഡ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് മൂവ് ചെയ്യിക്കാൻ പറ്റുന്നുണ്ട് ഇല്ലേ. അപ്പൊ അതാണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. നെക്സ്റ്റ് എന്താണ്, ഹിഞ്ച് ജോയിന്റ്. ഹിഞ്ച് ജോയിന്റ് എന്ന് പറയുമ്പോൾ ബെസ്റ്റ് എക്സാമ്പിൾ എന്താണ്, നീ ജോയിന്റ്. നമ്മൾ നീയുടെ ജോയിന്റ് ആണ് ഹിഞ്ച് ജോയിന്റ്. നെക്സ്റ്റ് ആണ് പൈവറ്റ് ജോയിന്റ്. എക്സാമ്പിൾ ആണത് ബിറ്റ്വീൻ ദ അറ്റ്ലസ് ആൻഡ് ആക്സിസ് വെർട്ടിബ്രെ. അറ്റ്ലസ് ആൻഡ് ആക്സിസ് വെർട്ടിബ്രെ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാല്, നമ്മള് സെർവിക്സ് പറഞ്ഞില്ലേ, വെർട്ടിബ്രൽ കോളത്തിന്റെ സെർവിക്സ്, ഇതാണ് സെർവിക്കൽ വെർട്ടിബ്രെ. അതിൽ ഫസ്റ്റത്തെ രണ്ടാമത്തെ ഇടയിലുള്ള ജോയിന്റിനെയാണ്, അതിനെയാണ് നമ്മൾ അറ്റ്ലസും എന്ത് വേണത്, അറ്റ്ലസും ആക്സിസ് വെർട്ടിബ്രെ എന്നാണത്. ഓക്കെ, അറ്റ്ലസും ആക്സിസും ഫസ്റ്റ് സെക്കൻഡ് വെർട്ടിബ്രേസ്. അപ്പൊ അതിന്റെ ഇടയിലുള്ള ജോയിന്റ് ആണെന്ത്, പൈവറ്റ് ജോയിന്റ്. നെക്സ്റ്റ് ആണ് ഗ്ലൈഡിംഗ് ജോയിന്റ്. ഗ്ലൈഡിംഗ് ജോയിന്റ് എന്താണ്, കാർപ്പൽസിന്റെ ഇടയില്, നമ്മൾ കാർപ്പൽ എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കൈയുടെയും കാലിന്റെ അവിടെ ഉണ്ടാവുന്നത്, സോറി കൈയുടെ അവിടെ മാത്രം. അപ്പൊ അതിന്റെ ഇടയിലുള്ള ജോയിന്റ് ആണ് ഗ്ലൈഡിംഗ് ജോയിന്റ്. ഒരു ഗ്ലൈഡിംഗ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് അവർ തരുന്നുണ്ടാവുക. നെക്സ്റ്റ് ആണ് സാഡിൽ ജോയിന്റ്. സാഡിൽ ജോയിന്റ് എന്താണ്, നമ്മളെ കാർപ്പലും അതുപോലെ തന്നെ മെറ്റാകാർപ്പൽ ഓഫ് തമ്പിന്റെ കാർപ്പലും അതുപോലെ തന്നെ മെറ്റാകാർപ്പലും തമ്മിലുള്ള ജോയിന്റ് ആണ് സാഡിൽ ജോയിന്റ്. അപ്പൊ ആദ്യം മുതൽ പറയാം, നമ്മളെ ബോൺസിനെ ക്ലാസിഫൈ ചെയ്ത പോലെ തന്നെ ജോയിന്റ്സിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്, ഫൈബ്രസ് ജോയിന്റ് ഉണ്ട്, കാർട്ടിലേജസ് ജോയിന്റ് ഉണ്ട്, സൈനോവിയൽ ജോയിന്റ് ഉണ്ട്. നെക്സ്റ്റ് ഫൈബ്രസ് ജോയിന്റ് നമ്മൾ ഒന്നുകൂടി പറയേണ്ടത് എന്താണ്, അവര് മൂവ്മെന്റ് തരുന്നില്ല. ബെസ്റ്റ് എക്സാമ്പിൾ എന്താണ്, സ്കള്ളാണ്. നമ്മൾ പറയണ്ടായിരുന്നില്ലേ, ഒരുപാട് ബോൺസ് വെച്ചിട്ടാണ് സ്കൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാന്ന്. ആ ബോൺസിന്റെ ഇടയിൽ ആരുണ്ട്, ഈ ഫൈബ്രസ് ജോയിന്റ് ഉണ്ട്. ഈ ഫൈബ്രസ് ജോയിന്റ് ആയ കാരണമാണ് ഇവർക്ക് എന്ത് തരാത്തത്, മൂവ്മെന്റ് തരാത്തത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, കാർട്ടിലേജസ് ജോയിന്റ്. കാർട്ടിലേജസ് ജോയിന്റ് എന്താണെന്ന് വെച്ചാൽ ലിമിറ്റഡ് ആയിട്ടുള്ള മൂവ്മെന്റേ തരുള്ളൂ. അതിന് എക്സാമ്പിൾ എന്താണ്, ജോയിന്റ് ബിറ്റ്വീൻ ദ അഡ്ജസന്റ് വെർട്ടിബ്രെ. വെർട്ടിബ്രയുടെ അഡ്ജസന്റ് വെർട്ടിബ്രയുടെ ഇടയിലുള്ള ജോയിന്റ് ആണ് കാർട്ടിലേജസ് ജോയിന്റ്. നെക്സ്റ്റ് ആണ് സൈനോവിയൽ ജോയിന്റ്. സൈനോവിയൽ ജോയിന്റ് എന്താണ്, ഫ്രീലി മൂവബിൾ ആണ്, ഏത് സൈഡിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും, പല ടൈപ്പ് മൂവ്മെന്റ്സ് നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും. അതിൽ തന്നെ ഒരുപാട് മൂവ്മെന്റ്സ് ഉണ്ട്, മീൻസ് ഒരുപാട് ജോയിന്റ്സ് ഉണ്ട്. ഏതൊക്കെ, ബോൾ ആൻഡ് സോക്കറ്റ്, ഹിഞ്ച്, പൈവറ്റ്, ഗ്ലൈഡിങ്, സാഡില്. ഇങ്ങനെ 5 ടൈപ്സ് ഓഫ് ജോയിന്റ്സ് വീണ്ടും സൈനോവിയൽ ജോയിന്റ്സിലുണ്ട്. ഫസ്റ്റ് വൺ എന്തായിരുന്നു, നമ്മൾ പറഞ്ഞു ബോൾ ആൻഡ് സോക്കറ്റ്, അതിൽ ഷോൾഡർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് എന്താണ്, ഹിഞ്ച്, അതിലെന്താ, നീയ്. പൈവറ്റ് ആണെന്നുണ്ടെങ്കിൽ അറ്റ്ലസ് ആൻഡ് ആക്സിസ് വെർട്ടിബ്രെ. ഫസ്റ്റത്തെ വെർട്ടിബ്രയില് ഫസ്റ്റും സെക്കൻഡും വെർട്ടിബ്രേനെ പറയുന്ന പേരാണ് എന്ത്, അറ്റ്ലസും ആക്സിസും. അപ്പൊ അതിന്റെ ഇടയിലുള്ള ജോയിന്റ് ആണ് പൈവറ്റ് ജോയിന്റ്. നെക്സ്റ്റ് എന്താണ്, ഗ്ലൈഡിംഗ് ജോയിന്റ്. ഗ്ലൈഡിംഗ് ജോയിന്റ് എന്താണ്, നമ്മളെ കാർപ്പൽസിന്റെ ഇടയില്, കാർപ്പൽസ് ആണ് നമ്മളെ കൈയുടെ ഭാഗത്താന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതിനെയാണ് ഗ്ലൈഡിംഗ് ജോയിന്റ് ആണത്. നെക്സ്റ്റ് എന്താണ്, സാഡിൽ ജോയിന്റ്. സാഡിൽ ജോയിന്റ് ആണത് നമ്മളെ തമ്പിന്റെ തന്നെ കാർപ്പലും മെറ്റാകാർപ്പലിന്റെ ഇടയിലുള്ള ജോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയാ, സാഡിൽ ജോയിന്റ്. ഓക്കെ, അപ്പൊ ജോയിന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്താണെന്നാല്, നമുക്ക് സ്കെൽറ്റൽ സിസ്റ്റം പഠിച്ചല്ലോ, അതുപോലെ തന്നെ മസ്കുലർ സിസ്റ്റം ഒക്കെ. ഇനി നമ്മള് ഇന്നലത്തെ ക്ലാസ്സിൽ മസിൽസ് എന്താന്ന് പറഞ്ഞു, ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്, ഇപ്പോ സ്കെൽറ്റൽ സിസ്റ്റത്തിനെ പറ്റിയിട്ടാ പറഞ്ഞത്. ഇനി ഇപ്പൊ ഇതിന്റെ ഡിസോർഡേഴ്സ് പഠിക്കണ്ടേ, സ്കെൽറ്റലിലും മസിൽസിലും എന്തെങ്കിലും ഡിസോർഡേഴ്സ് വേണ്ടേ. അതില് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസോർഡേഴ്സ് നമ്മൾ പറയുന്നുണ്ട്. ഫസ്റ്റ് വണ്ണാണ് നെക്സ്റ്റ് എന്താണ്, മസ്കുലർ ഡിസ്ട്രോഫി, പിന്നെ ടെറ്റനി, ആർത്രൈറ്റിസ്, ഓസ്റ്റിയോപോർസിസ്, പിന്നെ ലാസ്റ്റ് വണ്ണാണ് ഗൗട്ട്. ഇനി ഇതൊക്കെ ഇതെന്താണ്, നമ്മുടെ മസിൽസിൽ അല്ലെങ്കിൽ സ്കെൽറ്റൽ സിസ്റ്റം വെച്ചിട്ടുണ്ടാകുന്ന ഡിസോർഡേഴ്സിന്റെ ഒരുപാട് ഡിസോർഡേഴ്സ് ആണ് കേട്ടോ. ഫസ്റ്റ് വൺ എന്തായിരുന്നു, മൈസ്റ്റീനിയ ഗ്രേവിസ്. മൈസ്റ്റീനിയ ഗ്രേവിസ് എന്താണെന്ന് വെച്ചാൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള ഡിസോർഡർ ആണ്, അഫക്റ്റിംഗ് ദ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ ലീഡിങ് ടു ഫാറ്റീഗ്.
ആൻഡ് വീക്കനിങ് ആൻഡ് പാരലൈസ് ഓഫ് ദി സ്കെൽറ്റൽ മസിൽസ്. നമ്മൾ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ, നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ ആണ് എന്തായിരുന്നത്, രണ്ട് നെർവിന്റെ അല്ലെങ്കിൽ ഒരു നെർവിന്റെ മസിലിന്റെ മെമ്പറിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ആ ജംഗ്ഷനെ പറയുന്ന പേരാണ് ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ. ഈ മൈസ്റ്റീമിയ ഗ്രേവിസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള ഡിസീസ് ആണ്. മീൻസ് ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുമ്പോൾ നമ്മളെ ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മളെ ബോഡി തന്നെ ഒരു ആന്റിബോഡി അഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. മീൻസ് നമ്മളെ ബോഡി തന്നെ ഉണ്ടാക്കുന്ന ഒരു ഡിസോർഡർ ആണ്. ഓക്കെ, ന്യൂറോ മസ്കുലർ ജംഗ്ഷൻമേലാണ് എഫക്ട് ചെയ്യണുണ്ടാവുക. എന്നിട്ട് നമുക്ക് എന്തുണ്ടാവണം, ഫറ്റീഗ് ഉണ്ടാവണേ, പിന്നെ നമ്മൾ പാരലൈസ് സ്കെൽറ്റൽ മസിൽസിനെ പാരലൈസും അതുപോലെ തന്നെ അതുപോലെ തന്നെ സ്കെൽറ്റൽ സിസ്റ്റം എന്തായിട്ട് മാറണം, വീക്കൻ ആയിട്ട് മാറണം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് മൈസ്റ്റീമിയ ഗ്രേവിസ് എന്ന് പറഞ്ഞാല്. നെക്സ്റ്റ് എന്തായിരുന്നു, മസ്കുലർ ഡിസ്ട്രോഫി, പ്രോഗ്രസീവ് ഡിജനറേഷൻ ഓഫ് ദി സ്കെൽറ്റൽ മസിൽസ് മോസ്റ്റ്ലി ഡ്യൂ ടു ദി ജെനറ്റിക് ഡിസോർഡർ. ഇത് മെയിൻ ആയിട്ട്, മറ്റേത് എന്തായിരുന്നു, ഒരു ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള ഡിസോർഡർ അല്ലേ, ഇതെന്താണ്, ഒരു ജെനറ്റിക് ആയിട്ടുള്ള ഡിസോർഡർ ആണ്, നമുക്ക് ഇൻഹെറിറ്റൻസ് ആയിട്ട് വരുന്നുണ്ടായിരിക്കും. ഇവരെന്താന്ന് വെച്ചാൽ സ്കെൽറ്റൽ മസിൽസിന് എന്താണ് ഡീജനറേറ്റ് ചെയ്ത് പോവാൻ, മീൻസ് നമ്മുടെ സ്കെൽറ്റൽ മസിൽസ് നമ്മൾ പ്രോഗ്രസീവ്ലി ഡീജനറേറ്റ് ചെയ്ത് പോവാ, നശിച്ചു പോവാണ് ചെയ്യണത്. അതെന്താണ്, ഒരു ജെനറ്റിക് ഡിസോർഡർ ആണ്, അതിനെയാണ് എന്താ പറയുന്നത്, മസ്കുലർ ഡിസ്ട്രോഫി. നെക്സ്റ്റ് എന്താണ്, ടെറ്റനി. ടെറ്റനി എന്ന് പറയുന്നത് വെച്ചാല് വൈൽഡ് കോൺട്രാക്ഷൻ ഓഫ് ദി മസിൽ ഡ്യൂ ടു ദ ലോ കാൽസ്യം ഇൻ ദ ബോഡി ഫ്ലൂയിഡ്. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ ന്യൂറോ മസ്കുലർ ജംഗ്ഷനിൽ കാൽസ്യം എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, റിലീസ് ചെയ്യണേ, കാൽസ്യം റിലീസ് ചെയ്തിട്ടാണ് നമ്മൾ മസിൽസ് കോൺട്രാക്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ. ഇനി ലോ ആയിട്ടുള്ള കാൽസ്യം ബോഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവണ, വൈൽഡ് ആയിട്ടുള്ള എന്തുണ്ടാവണ, കോൺട്രാക്ഷൻ ആണ്, നന്നായിട്ട് കോൺട്രാക്ട് ചെയ്യണുണ്ടായിരിക്കും. എന്നിട്ട് നമ്മളെ ബോഡീസിനൊക്കെ എന്തുണ്ടാവണ, ജോയിന്റ്സിന്റെ അവിടെ ഒക്കെ എന്തുണ്ടാവണം, പെയിൻ ഉണ്ടാവണം, നന്നായിട്ട് വൈൽഡ് ആയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അത് എന്തുണ്ടായിട്ട് കോൺട്രാക്ഷൻ, നല്ല കോൺട്രാക്ഷൻ നടന്നിട്ട്, അത് എന്തുകൊണ്ടാണ് ഉണ്ടാവണത്, കാൽസ്യത്തിന്റെ ബോഡി ഫ്ലൂയിഡിൽ കാൽസ്യത്തിന് ലോ കണ്ടന്റ് ആയിട്ടാണ് ഉണ്ടാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ആർത്രൈറ്റിസ്. ആർത്രൈറ്റിസ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് നമ്മളെ പാരന്റ്സിനൊക്കെ ഉണ്ടാവും, എന്താണ്, ഇൻഫ്ലമേഷൻ ഓഫ് ദി ജോയിന്റ്സ്. ആർത്രൈറ്റിസ് ആകുമ്പോൾ നമ്മള് ഓൾഡ് ഏജിൽ വരുന്ന ഒരു അസുഖമാണ് അല്ലെങ്കിൽ ഡിസോർഡർ ആണ് ആർത്രൈറ്റിസ്. നമ്മളെ ജോയിന്റ്സിലൊക്കെ വീർത്ത് നിൽക്കുക, ഇൻഫ്ലമേഷൻ ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഓസ്റ്റിയോപോറിസിസ്. ഓസ്റ്റിയോപോറിസിസും ഇതേപോലെ തന്നെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസോർഡർ ആണ്, ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഡിക്രീസ്ഡ് ബോൺ മാസ് ആൻഡ് ഇൻക്രീസ്ഡ് ചാൻസ് ഓഫ് ഫ്രാക്ചർ. ഇതെന്താ വെച്ചാല് ഓസ്റ്റിയോപോറിസിസ് എന്ന് പറഞ്ഞാല് ഇതേപോലെ തന്നെ നമ്മളിപ്പോ പറയും 40 വയസ്സിന് ശേഷമൊക്കെയാണ് ഈ ഓസ്റ്റിയോപോറിസിസ് ഉണ്ടാവുക. ഇതെന്താണ്, ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസോർഡർ തന്നെയാണ്. ഇവിടെ എന്താ ഉണ്ടാവുക വെച്ചാൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മളെ ബോഡി വെയിറ്റിൽ 40 to 50% എന്താണ്, ബോഡിയുടെ മാസ് ആണെന്ന് അല്ലെ, നമ്മൾ ബോഡി ബോൺ വെയിറ്റ് ആണെന്ന് പറയും. ഈ ഏജ് കൂടുന്നതിനനുസരിച്ച് നമ്മളെ ബോൺ വെയിറ്റ് എന്തായിട്ട് വരുന്നേ, കുറഞ്ഞിട്ട് വരുന്നേ. എന്നിട്ട് എന്താണ്, ഇങ്ങനെ ബോൺ വെയിറ്റ് കുറഞ്ഞാൽ നമ്മളെ ബോണിന്റെ കട്ടി കുറയല്ലേ, അപ്പൊ ഫ്രാക്ചറിനൊക്കെ ഭയങ്കര ചാൻസ് ഉണ്ടാണ്. അതാണ് നമ്മൾ പ്രായ ആൾക്കാർ വീഴുമ്പോഴത്തേനും എല്ല് പൊട്ടുന്നത് എന്തുകൊണ്ടാണ്, അവർക്ക് ബോണിന്റെ മാസ് മീൻസ് നല്ല മെലിഞ്ഞിട്ട് മാസം ഒന്നും ഇല്ലാണ്ടാവണം, അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് വീണാൽ തന്നെ എല്ല് പൊട്ടുന്നത്. ഓക്കെ, അതാണ് ഓസ്റ്റിയോപോറിസിസ്. ഇനി നെക്സ്റ്റ് ആണ്, ലാസ്റ്റ് വൺ ആണ് ഗൗട്ട്. ഗൗട്ട് എന്നാണെന്ന് വെച്ചാല് ഇൻഫ്ലമേഷൻ ഓഫ് ദി ജോയിന്റ്സിന് ഇൻഫ്ലമേഷൻ തന്നെയാണ് ഡ്യൂ ടു ദ അക്യുമുലേഷൻ ഓഫ് ദി യൂറിക് ആസിഡ് ക്രിസ്റ്റൽ. നമ്മൾ കുറച്ച് ചില ആൾക്കാരിൽ കാണാം യൂറിക് ആസിഡിന്റെ മീൻസ് ബ്ലഡിൽ യൂറിക് ആസിഡിന്റെ അളവ് കൂടിയെന്നുണ്ടെങ്കിൽ, യൂറിക് ആസിഡിന്റെ ലെവൽ കൂടിയെന്നുണ്ടെങ്കിൽ ഈ യൂറിക് ആസിഡ് ഒക്കെ എന്താണ്, ക്രിസ്റ്റൽ പോലെ നമ്മളെ ജോയിന്റ്സിന്റെ ഇടയിലൊക്കെ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും, മീൻസ് അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കും. ഈ യൂറിക് ആസിഡ് നമ്മളെ ജോയിന്റ്സിന്റെ മെയിൻ ആയിട്ട് നമ്മളെ കൈയുടെയും കാലിന്റെ ഒക്കെ ജോയിന്റ്സിൽ എന്തുണ്ടായിരിക്കും, അവർ അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കണം. അപ്പൊ നമുക്ക് നല്ല പെയിൻ ഉണ്ടാവും. ആ ഒരു അസുഖത്തിന് അല്ലെങ്കിൽ ആ ഡിസോർഡറിന് പറയുന്ന പേരാണ് ഗൗട്ട്. ഇവിടെ എന്തുണ്ടായിരിക്കണം, ജോയിന്റ്സിനൊക്കെ ഇൻഫ്ലമേഷൻ ഉണ്ടാണ്. നെക്സ്റ്റ് ഓവറോൾ ആയിട്ട് പറയാം, നമ്മൾ മസ്കുലാർ ആൻഡ് സ്കെൽറ്റൽ സിസ്റ്റത്തിന്റെ ഡിസോർഡേഴ്സ് ആണ് പറഞ്ഞത്. സ്കെൽറ്റൽ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ മസ്കുലാറിന്റെ ഡിസോർഡേഴ്സ് ആണ്. ഫസ്റ്റ് ആണ് എന്താ പറഞ്ഞത്, മൈസ്റ്റീനിയ ഗ്രേവിസ്. അതെന്തായിരുന്നു, ഒരു ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള ഡിസോർഡർ ആണ്, ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ ഉണ്ടാവുന്നതാണ്. ഇവരെന്ത് കോസ് ഉണ്ടായിരിക്കും, സ്കെൽറ്റൽ മസിൽസിന്റെ പാരലൈസും വീക്കനിങ്ങും അതുപോലെ തന്നെ ഫാറ്റിഗും ഉണ്ടാവണം. ഓക്കെ, നെക്സ്റ്റ് എന്തായിരുന്നു, മസ്കുലാർ ഡിസ്ട്രോഫി. മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോഗ്രസീവ് ആയിട്ട് നമ്മളെ കാലത്തിനനുസരിച്ചിട്ട് എന്തുണ്ടാവണം, സ്കെൽറ്റൽ മസിൽസ് ഡിജനറേറ്റ് ചെയ്ത് പോണ്, നശിച്ചു പോണ്. ഓക്കെ, അതെന്താണ്, ഒരു ജെനറ്റിക് ഡിസോർഡർ ആണ്. നെക്സ്റ്റ് എന്തായിരുന്നു പറഞ്ഞത്, ടെറ്റനി. ടെറ്റനി എന്ന് പറയുമ്പോൾ നമ്മളെ ബ്ലഡിൽ കാൽസ്യത്തിന്റെ അളവ് കുറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, വൈൽഡ് ആയിട്ടുള്ള കോൺട്രാക്ഷൻ ഉണ്ടാവണം. ഓക്കെ, നെക്സ്റ്റ് എന്തായിരുന്നു, ആർത്രൈറ്റിസ് ആയിരുന്നു. നമ്മളെ ജോയിന്റ്സിന് ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നതിനെയാണ് ആർത്രൈറ്റിസ് എന്നുള്ളത്. ഓസ്റ്റിയോപോറിസിസ് ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്, ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസോർഡർ ആണ്. നമ്മളെ ബോൺ മാസ് എന്തായിട്ട് വരുന്നത്, കുറഞ്ഞിട്ട് വരുന്നത്. എന്നിട്ട് ഫ്രാക്ചറിനുള്ള ചാൻസ് ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് എന്താ പറഞ്ഞത്, ഗൗട്ട് ആയിരുന്നു. ഗൗട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, യൂറിക് ആസിഡിന്റെ ലെവൽ കൂടിയെന്നുണ്ടെങ്കിൽ ഈ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് എന്ത് ഉണ്ടാവണ, ഈ ജോയിന്റ്സിന്റെ ഇടയിലൊക്കെ പോയിട്ട് അക്യുമുലേറ്റ് ചെയ്യണ ആണ് ജോയിന്റ്സിൽ എന്തുണ്ടാവണ, ഇൻഫ്ലമേഷൻ കോസ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മളെ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ സ്കെൽറ്റൽ സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു, പിന്നെ സ്കെൽറ്റൽ സിസ്റ്റത്തിന്റെ ഡിവിഷൻ പറഞ്ഞു, പിന്നെ ജോയിന്റ്സ് എന്താ പറഞ്ഞു, ജോയിന്റ്സിന്റെ ഡിവിഷൻ പറഞ്ഞു,
ലാസ്റ്റ് അതിന്റെ നമ്മൾ എന്ത് പറഞ്ഞു, ഡിസോർഡേഴ്സ് പറഞ്ഞു. ലാസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് ഒന്നുകൂടി പറയാം. പാർട്ട് 2 നമ്മള് സ്കെൽറ്റൽ സിസ്റ്റം, ഇന്നലെ മസിൽസിനെ പറ്റിയിട്ടല്ലോ പറഞ്ഞത്. അപ്പൊ ഇന്ന് എന്താണ് സ്കെൽറ്റൽ സിസ്റ്റം. സ്കെൽറ്റൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം എന്താണ് ഇറ്റ്സ് എ ഫ്രെയിം വർക്ക് ആണ്. ഒരുപാട് ബോൺസും അതുപോലെ തന്നെ ഫ്യൂ കാർട്ടിലേജസും വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫ്രെയിം വർക്കിനെയാണ് സ്കെൽറ്റൽ സിസ്റ്റം എന്നാണത്. പിന്നെ അതിൽ 3 ഫങ്ഷൻസ് ആ പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു സ്കെൽറ്റൽ സിസ്റ്റത്തിന്റെ ഫങ്ഷൻ? ഒന്ന്, വൈറ്റൽ ഓർഗൻസിനൊക്കെ എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക. പിന്നെ വൈറ്റൽ റോൾ ഇൻ ദ മൂവ്മെന്റ് ആൻഡ് ലൊക്കോമോഷൻ, മൂവ്മെന്റിൽ ലൊക്കോമോഷൻ എന്തുണ്ടായിരിക്കും, ഫങ്ഷൻ ചെയ്യണുണ്ടായിരിക്കും. പിന്നെന്താണ്, കാൽസ്യത്തിന്റെയും ഫോസ്ഫേറ്റിന്റെ ഒക്കെ ഒരുപാട് മിനറൽസിന്റെ റിസർവർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവണം, ആക്ട് ചെയ്യണം. ഓക്കെ, ഈ 3 ഫങ്ഷൻസ് ആണ് മെയിൻ ആയിട്ട് ആർക്ക് ഉണ്ടാവുക, സ്കെൽറ്റൽ സിസ്റ്റത്തിന് ഉണ്ടാവുക. ഒന്ന് എന്തായിരുന്നു, ഓർഗൻസിനെ പ്രൊട്ടക്ട് ചെയ്യുക, പിന്നെ മൊമെന്റ്സിനെ ലോക്കോമോഷനൊക്കെ എന്ത് ചെയ്യുക, റോൾ ഉണ്ട്. അതുപോലെ തന്നെ മിനറൽസ് ആയിട്ടുള്ള കാൽസ്യം ഫോസ്ഫേറ്റിന്റെ ഒക്കെ ഒരു റിസർവയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്താ പറഞ്ഞേ, ഈ സ്കെൽറ്റൽ സിസ്റ്റത്തിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്, ആക്സിയൽ സ്കെൽറ്റനും ഉണ്ട്, അപ്പെൻഡിക്കുലർ സ്കെൽറ്റനും ഉണ്ട്. ആക്സിൽ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, നടുഭാഗത്ത് കൂടെ പോണ ബോൺസ് പറയാം. ഏതൊക്കെ, സ്കള്ളുണ്ട്, വെർട്ടിബ്രൽ കോളം, സ്റ്റേണം, റിബ്സ്, ഇതൊക്കെയാണ് എന്ത്, ആക്സിയൽ സ്കെൽറ്റൻ. അപ്പെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ എന്താണ്, സൈഡ് ഭാഗത്തുള്ളത്. ഏതൊക്കെ, 4 ലിംസ് ഉണ്ടായിരിക്കും, പിന്നെ ഗ്രിഡിൽസ് ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്താ, സ്കൾ എന്താ പറഞ്ഞത്, സ്കള് നമുക്ക് അറിയണതല്ലേ, എന്താ, തലയോട്ടി. ഇവിടെ 2 സെറ്റ് ഓഫ് ബോൺസ് വെച്ചിട്ട് ഉണ്ടാക്കിണ്ടാവുക. ക്രേനിയൽ ആണെന്നുണ്ടെങ്കിൽ മേലത്തെ ഭാഗം ഏതൊക്കെ, 8 ബോൺസ് ഉണ്ടാവുക. ഫേഷ്യൽ എന്ന് പറയുമ്പോൾ മുഖത്ത് 14 ബോൺസ് ഉണ്ടാവുക. പിന്നെ നമ്മള് ഒരു ടൈപ്പ് ഓഫ് ബോൺ പറഞ്ഞു, യു ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ബോൺ, അതെന്തായിരുന്നു, ഹയോഡ് ബോൺ എന്ന് പറയാ. എവിടെ, ബക്കൽ കാവിറ്റിയുടെ ബേസിൽ ഉണ്ടാവുന്ന ഒരു യു ഷേപ്ഡ് ആയിട്ടുള്ള ബോണിന് പറയുന്ന പേരാണ് ഹയോഡ് ബോൺ. നെക്സ്റ്റ് നമ്മൾ മിഡിൽ ഇയറിൽ 3 ടൈപ്സ് ഓഫ് സ്മോൾ മസിൽസ്, സ്മോൾ ബോൺസ് ഉണ്ട് പറഞ്ഞത്. ഏതൊക്കെ, മാലസ്, ഇംഗസ്, ചേപ്പീസ്. ഈ 3നെ കളക്റ്റീവ്ലി പറയുന്ന പേരാണ് എന്ത്, ഇയർ ഓസിക്കിൾസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഈ സ്കൾ എവിടെ ആർട്ടിക്കുലേറ്റ് ചെയ്യണമെന്നാ പറഞ്ഞത്, എവിടെ ആർട്ടിക്കുലേറ്റ് ചെയ്യണത്, വെർട്ടിബിൾ കോളത്തിന്റെ സുപ്പീരിയർ പാർട്ടിലാണ് ഈ സ്കള് ആർട്ടിക്കുലേറ്റ് ചെയ്യണത്. നെക്സ്റ്റ് എന്താണ്, വെർട്ടിബ്രൽ കോളം. വെർട്ടിബ്രൽ കോളം എന്നാണത്, വെർട്ടിബ്രൽ കോളം എന്നാണ് എന്താണ്, യൂണിറ്റ് ഓഫ് ദി വെർട്ടിബ്രൽ കോളം എന്നാണത്, വെർട്ടിബ്രിയാണ്. പിന്നെ ഇറ്റ് എക്സ്റ്റെൻഡ് ഫ്രം ദി ബേസ് ഓഫ് ദി സ്കൾ ആൻഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ മെയിൻ ഫ്രെയിം വർക്ക് ഓഫ് ദി ട്രങ്ക്. നമ്മൾ ട്രങ്കിന്റെ മെയിൻ ഫ്രെയിം വർക്ക് ആയിട്ടാണ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണത്. അതുപോലെ തന്നെ ഇവരെ എവിടുന്നാണ് എക്സ്റ്റെൻഡ് ചെയ്യണത്, ബേസിന്റെ മീൻസ് സ്കളിന്റെ ബേസ് മുതലാണ് ഇവര് എക്സ്റ്റെൻഡ് ചെയ്യണത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ വെർട്ടിബ്രൽ കോളം എന്നാണ് എന്താണല്ല, ഫ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സാധനമല്ല, മീൻസ് ഒരു ഹോൾ ആയിട്ടുള്ള പോർഷൻ സെന്ററിൽ നമുക്ക് കാണാം. ഈ ഹോൾ ആയിട്ടുള്ള പോർഷൻസിന്റെ ഉള്ളിൽ കൂടെയാണ് ആര് വരുന്നത്, സ്പൈനൽ കോഡ് പാസ് ചെയ്യണത്. നമ്മൾ വെർട്ടിബ്രൽ കോളത്തിന്റെ ഡിവിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്, സെർവിക്കൽ 7, തൊറാസിക് 12, ലംബാർ 5, സാക്രൽ 1, കൊസിംഗിൽ 1. ഈ സാക്രലും കൊസിംഗിലും ഒന്നാവാൻ കാരണം എന്താണ്, ഇത് എന്താണ്, ഫ്യൂസ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, 5 സാക്രം 4 കൊസിക്സ് ഉണ്ട്. എന്നിട്ട് അതിൽ ഫ്യൂസ് ചെയ്ത കാരണമാണ് ഒന്നൊന്നെന്ന് എഴുതുന്നത്. ലംബാർ യെല്ലോ, ബ്ലൂ, തൊറാസിക്, റെഡ്, സെർവിക്കൽ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ റിബ്സ് പറഞ്ഞു. റിബ്സ് ഇതേപോലെ തന്നെ എന്താണ്, ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ബോണിനെയാണ് നമ്മൾ റിബ്സ് എന്നാണിത്. മൊത്തത്തിൽ എത്ര ഉണ്ടാവുക, 12 റിബ്സ് ആണുള്ളത്. കണ്ട ഈ നമ്പർ കണ്ടില്ലേ, അതിൽ ഫസ്റ്റ് 2 7 ആണെന്നുണ്ടെങ്കിൽ എന്ത് പറയും, ട്രൂ റിബ്സ് എന്ന് അറിയുണ്ടാവുക. നെക്സ്റ്റ് എന്താണ്, 8 9 10 ആണെന്നുണ്ടെങ്കിൽ അതിനെ ഫാൾസ് റിബ് എന്ന് അറിയും. 11 12 ആണെന്നുണ്ടെങ്കിൽ ഫ്ലോട്ടിംഗ് എന്ന് അറിയും. എന്തുകൊണ്ടാണ് ട്രൂവും ഫാൾസ് എന്ന് പറഞ്ഞില്ലേ, ട്രൂ എന്നാണെന്നുണ്ടെങ്കിൽ സ്റ്റേണത്തിന് ഡയറക്ട്ലി അവരെന്തുണ്ട്, ജോയിൻ ചെയ്യുന്നുണ്ട്. ഈ 8 9 10 ആണെന്നുണ്ടെങ്കിൽ അവര് 3ഉം തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ടാണ് പിന്നെ വന്നിട്ടാണ് സ്റ്റേണത്തിനായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനെ ഫോൾസ് ആണത്. 11 12 ആണെന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യുന്നില്ല, സ്റ്റേണത്തിനായിട്ട് ഒന്നിനും കോണ്ടാക്ട് ഇല്ല. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, നമ്മൾ ബോൺസ് ഓഫ് ഫോർ ലിംബും അതുപോലെ തന്നെ ലോവർ ലിംബും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോർ ലിംബ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യില് 30 ബോൺസ് തന്നെയാണ് രണ്ടിലും ഉണ്ടാവുക. പേരിൽ മാത്രമാണ് വ്യത്യാസം ഉണ്ടാവുക. ഏതൊക്കെയാണ്, ഹ്യൂമറസ് 1, റേഡിയസ്, അൾണിൻ 2, കാർപ്പൽ 8, മെറ്റാകാർപ്പൽ 5, ഫാലഞ്ചസ് 14. അത് എവിടെയൊക്കെയെന്ന് പറഞ്ഞില്ലേ, ഏതൊക്കെയാണ്, ഇത് ഹ്യൂമറസ്, ഇത് റേഡിയസ്, അൾന. ഈ ഒരു ഭാഗത്തിനാണ് നമ്മൾ എന്താ പറയാ, കാർപ്പല്. പിന്നെ ഇതിന്റെ ചെറുതാണ് മെറ്റാകാർപ്പല്. വെരലിന്റെ അവിടെ ഉള്ളതിനാണ് നമ്മൾ ഫലാഞ്ചസ് എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ഇതേപോലെ തന്നെ ലോവർ ലിംബിലും ഇതേപോലെ തന്നെയാണ്, പേരിൽ മാത്രം വ്യത്യാസമുള്ളത്. കണ്ടില്ലേ, ഇത് ഫ്യൂമറസ്, ടിബിയ, ഫിബുല. പിന്നെ മറ്റേ കാർപ്പൽ എന്നല്ല പറഞ്ഞതിൽ ടാർസലും മെറ്റാടാർസലും പിന്നെ ഫലാഞ്ചസും. ഒരു ബോൺ എക്സ്റ്റൻഡ് ഏതാണ്, പെറ്റല്ല. ഓക്കെ, ഇത്രയുള്ള ഫോർ ലിംബ്. നെക്സ്റ്റ് എന്താ പറഞ്ഞത്, ജോയിന്റ് പറയുന്നത് ഓൾറെഡി അറിയുന്നതാണ്. ജോയിന്റ് ആണെന്ന് എന്താ, രണ്ടിൽ കൂടുതൽ മീൻസ് രണ്ടിൽ കൂടുതൽ ബോണിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ഒരു പോയിന്റിന് കോണ്ടാക്ട് വരുന്ന ആ പോയിന്റിനെയാണ് ജോയിന്റ് എന്ന് പറയുന്നത്. അത് ബോൺസിന്റെ ഇടയിൽ മാത്രമല്ല, ഒരു ബോയിന്റും കാർട്ടിലേജിന്റെ ഇടയിലും വരാം. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഈ ജോയിന്റ്സ് എന്താണ്, നമ്മളെ മൂവ്മെന്റ്സിന് ആവശ്യമാണ്. ഏത് ടൈപ്പ് മൂവ്മെന്റ് നടക്കണം എന്നുണ്ടെങ്കിലും അവിടെ എന്ത് വേണം, ജോയിന്റ്സ് വേണം. ജോയിന്റ് ഇല്ലാത്ത ബോൺസിന് എന്തില്ല, മൂവ്മെന്റ്സ് ചെയ്യാൻ പറ്റില്ല.
നെക്സ്റ്റ് ഈ ജോയിന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? 3 ടൈപ്സ് ഓഫ് ജോയിന്റ്സ് ആണുള്ളത്. ഫൈബ്രസ് ഉണ്ട്, കാർട്ടിലേജസ് ഉണ്ട്, സൈനോവിയൽ ഉണ്ട്. അതൊക്കെ എവിടെയൊക്കെയാണ് കാണുന്നതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സൈനോവിലാണ് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? ബോൾ ആൻഡ് സോക്കറ്റ്, ഹിഞ്ച്, പൈവറ്റ്, ഗ്ലൈഡിങ്, സാഡിൽ ജോയിന്റ്. ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ എക്സാമ്പിൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഏത് ജോയിന്റ് ആണെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇതിൽ സൈനോവിലാണെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തേക്കും മൂവ് ചെയ്യുക. കാർട്ടിലേജസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ലിമിറ്റഡ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ്. ഫൈബ്രസ് ആണെന്നുണ്ടെങ്കിൽ മൂവ്മെന്റേ ഇല്ല. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്തായിരുന്നു? സ്കള്ള്. നെക്സ്റ്റ് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? ഡിസോർഡേഴ്സ് ആയിരുന്നു. ഏതൊക്കെ ഉണ്ടായിരുന്നത്? മൈസ്റ്റീനിയ ഗ്രേവിസ്, മസ്കുലർ ഡിസ്ട്രോഫി, ടെറ്റനി, ആർത്രൈറ്റിസ്, ഓസ്റ്റിയോപോസിസ്, ഗൗട്ട്. സ്കെൽറ്റൽ മസിൽസിന്റെ അല്ലെങ്കിൽ മസ്കുലാറിന്റെ ഡിസോർഡർ ആണ്. ഓക്കെ, ഇതൊക്കെയാണ് അതിന്റെ ഡിസോർഡേഴ്സ്. അങ്ങനെ നമ്മളെ ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഏതായിരുന്നു ചാപ്റ്റർ? മൂവ്മെന്റ്സ് ആൻഡ് ലോക്കോമോഷൻ എന്നുള്ള ചാപ്റ്റർ ഫുള്ള് കംപ്ലീറ്റ് ആക്കിയാണ്. ഫസ്റ്റ് നമ്മള് മസിൽസ് എന്തൊക്കെയാന്നാ പറഞ്ഞത്. പിന്നെ ലാസ്റ്റ് ഭാഗത്ത് എന്താണ് നമുക്ക് പറയാനുള്ളത്? സ്കെൽറ്റൽ സിസ്റ്റം, അതുപോലെ തന്നെ ജോയിന്റ്സിനെ പറ്റിയിട്ടാണ്. ഓക്കെ, താങ്ക് യു.